എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല മഹാനവറുകൾക്ക് 60 വയസ്സ് പൂർത്തിയായി. സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന് 60 വയസ്സ് പൂർത്തിയായപ്പോൾ 60 വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന് 60 വയസ്സ് പൂർത്തിയായപ്പോൾ തന്റെ കുടുംബക്കാരും തന്റെ ശിഷ്യന്മാരും എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്. എല്ലാവരും ഇങ്ങനെ കളിച്ച് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാരും അവരുടെ കുടുംബക്കാരും എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവരും സന്തോഷത്തോടു കൂടി നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനവറുകൾ തന്റെ വീടിന്റെ അകത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് കരയുകയാണ്. 60 വയസ്സ് പൂർത്തിയായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്തിരുന്ന് വല്ലാതെ തേങ്ങി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാരും അതുപോലെ തന്റെ കുടുംബക്കാരും എല്ലാവരും അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇന്ന് എന്തിനാ കരയുന്നത്? ഇന്ന് അങ്ങയുടെ ജന്മദിനമല്ലേ? അങ്ങക്ക് അല്ലാഹു 60 വർഷം തന്നില്ലേ? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലാഹുവിനെ ഖുർആൻ ഓതുവാനും നിസ്കരിക്കുവാനും സ്വലാത്തുകൾ പറയുവാനും സദഖകൾ കൊടുക്കുവാനും ഇസ്തിഗ്ഫാർ പറയുവാനും അല്ലാഹു 60 കൊല്ലം നിങ്ങൾക്ക് നൽകിയല്ലോ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആയുസ് നീട്ടി തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ സന്തോഷിക്കുകയില്ലേ വേണ്ടത്? എന്തിനാണ് ഇരുന്ന് കരയുന്നതെന്ന് മഹാനായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാരും അതുപോലെ തന്റെ ശിഷ്യന്മാരും ചോദിക്കുമ്പോൾ മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയുമോ? ഞാൻ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ 60 വർഷം ഈ ദുനിയാവിൽ ജീവിച്ചു. ഞാൻ 60 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ചു. എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ പറയുന്ന ഏകദേശം 21,600 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, 60 വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്ന 21,600 ദിവസം ഞാൻ ഇവിടെ ജീവിച്ചു. ഒരു ദിവസം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് എനിക്ക് തന്നെ കണക്കില്ല. ഞാൻ ഒരു പാപമാണ് ചെയ്തതെങ്കിൽ പോലും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 21,600 പാപങ്ങൾക്ക് റബ്ബിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ എന്റെ കയ്യിൽ എന്ത് മറുപടിയാണ് ഉള്ളത്? അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ളവരെ, സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനുമെന്ന് ചിന്തിക്ക്. പ്രായപൂർത്തിയായത് മുതലുള്ള സമയങ്ങള് 20 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. അല്ലാഹുവേ പടച്ചവനെ, 2018 നമ്മളോട് വിട പറഞ്ഞ് 19ലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര, ഒരു വർഷം നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. നിന്റെ ആയുസിൽ നിന്ന് ഒരു വയസ്സെന്ന് കുറയുകയാ. പടച്ചവനെ, നീ മരണത്തിലേക്കും ഖബറിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാ. നീ എന്തേ നിന്റെ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? ഈ കഴിഞ്ഞു പോയ ആയുസിനെ കുറിച്ച് എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത്? നീ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവനും ഒരിക്കലും നാളെ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ കഴിഞ്ഞു പോയ ആയുസിനെ കുറിച്ച്, നീ ചെയ്തു പോയതിനെ കുറിച്ച് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു ഓരോ മനുഷ്യരെയും പിടിച്ചു നിർത്തുമെന്ന് വിശ്വസിക്കുന്നവനല്ലേ?